സാധാരണ അദ്ദേഹം ഞാൻ കണ്ടിരുന്നു. ആ ഉമ്മറല്ല പിന്നെ കണ്ടത്. പൂർവികന്മാരെ ഞാൻ വലിയ വഴിയാണ്, വെപ്പനൊക്കെ ആയിട്ട് നല്ല വഴിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഭാവനയാണ് മനസ്സിൽ കിടക്കണമെന്ന് ഞാൻ അറിയില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, ഇതാരാണ് സംസാരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. നമുക്ക് നേരെ തിരുവണ്ണാവായിക്ക് പോകാം, മലപ്പുറത്തേക്ക് പോകാം. മലപ്പുറത്ത് തിരുനാവായ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. വളരെ കുറച്ച് ആളുകൾ മാത്രം വരുന്ന, എന്നാൽ ചില സമയങ്ങളിൽ എന്ന് വെച്ചാൽ ഈ പിതൃതർപ്പണത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് ആളുകൾ വരുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഒരു തിരുനാവായത്തെ ആ ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നിന്നാണ് ഒരു നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ഒരാള് ഏതൊരു ഉമ്മറിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ഇത് ഇപ്പോൾ കൂടുതൽ സംസാരിക്കേണ്ട സമയമായതുകൊണ്ട് ഒന്നുകൂടി ഞാൻ എടുത്തു പറയുന്നു എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. ഉമ്മർ എന്ന് പറയുന്ന ആ ഒരു പേരും ഒപ്പം തന്നെ ഈ തിരുനാവായ ക്ഷേത്രം തമ്മിൽ എന്ത് ബന്ധമാണ്? ഇനി അതൊക്കെ കിടക്കട്ടെ. ആ തിരുനാവായ ക്ഷേത്രത്തില് ഇപ്പൊ ഒരു മാഘ മഹോത്സവം നടക്കുന്നുണ്ട്. ഇത് കുംഭമേളയാണെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ കുംഭമേളയിൽ നമുക്ക് കാണാൻ കഴിയുന്ന തരത്തിലുള്ള ചില കെട്ടുകാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സംഗതികളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ. എന്നാൽ ഈ ഒരു മേളൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ മലപ്പുറം മുഴുവൻ കാക്കമാരാണെന്നും മുസ്ലിങ്ങളാണെന്നും ഇവന്മാര് മിക്കവാറും ഈ മേളയെ ഇല്ലാണ്ടാക്കുമെന്നും തകർക്കുമെന്നും മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളോട് അപാരമായിട്ട് ദേഷ്യമാണെന്നും എന്നൊക്കെ ചില പരിപാടികളും ചില വാർത്തകളൊക്കെ ഇങ്ങനെ പരന്നായിരുന്നു. പരത്തിയത് സംഘപരിവാരുകാരാണ്, മലപ്പുറത്തെ ആൾക്കാരൊന്നുമല്ല. മലപ്പുറത്തെ ആളുകൾ പ്രത്യേകത ഉണ്ട്. ആര് വരികയാണെങ്കിൽ ഇരു കൈ നീട്ടി സ്വീകരിക്കും, ഇങ്ങോട്ട് പോകുന്നോളൂ എന്ന് പറയും. അവർക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ഒരുക്കി കൊടുക്കുന്നതാണ്. ഇതിപ്പോ ഏകദേശം ഈ ഒരു മേള കഴിയാറായി. അടുത്ത മാസം 3-ാം തീയതി കൂടിയിട്ട് ഈ മേള അവസാനിക്കും. ഇതാ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷം വരെ അവിടേക്ക് വന്ന ഒരാൾക്ക് പോലും ഒരു തരത്തിൽ പോലും ഒരു ശല്യം ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ആ നാട്ടുകാർ മുഴുവൻ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതിനൊപ്പം തന്നെ ആ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ചില ആളുകളുടെ, അതായത് മലപ്പുറത്തെ കുറിച്ചിട്ട് അന്തം പിടിപ്പിക്കുന്ന ചില പോസ്റ്ററുകളും മറ്റൊക്കെ അവിടെ കാണാൻ കഴിയും. ഇതിന്റെ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. നമ്മൾ മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്താണ് പേര്? രാധാകൃഷ്ണൻ. ഇവരൊക്കെ ഒരു സൗഹൃദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാലാണ് കാണാൻ വേണ്ടി പറ്റുള്ളൂ. പടിഞ്ഞാറ ഭാഗത്തേക്കുള്ള കാര്യങ്ങൾ പതിക്കലും അതുപോലെ 1700 സ്ക്വയർ ഫീറ്റ് വിശ്രമ ഇരിപ്പിട സ്ഥാപിക്കലും അബ്ബാസ് പുതുപ്പറമ്പിൽ, ഹംസക്കുട്ടി ചെറുപറമ്പിൽ, അല്ലെ, ഇവരൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ മതസൗഹാർദ്ദത്തിന് പ്രത്യേക ഒരു ഇടം തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? അടുത്ത സുഹൃത്തുക്കളാണ് രണ്ടുപേരും. സുഹൃത്തുക്കളെ, ഇവിടെ ആളുകളൊക്കെ ഒരുപാട് പേരൊക്കെ വരുന്നുണ്ടേ. അവിടെ നടക്കുവാനൊക്കെ ഉള്ള വഴിയൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇരിക്കാനൊന്നും ഇരിപ്പിടങ്ങളൊന്നുമില്ല എന്നറിഞ്ഞപ്പോൾ എൻ്റെ മുൻ സുഹൃത്തുക്കളെ, അവിടെ അബ്ബാസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വേറെ അബ്ബാസ് എന്ന് പറയുന്ന ഒരാൾ, അബ്ബാസിന്റെ മറ്റൊരാൾ കൂടി സുഹൃത്ത് കൂടിയിട്ട് ചെയ്തത് അവിടെ കട്ട വിരിക്കാൻ വേണ്ടി പൈസ കൊടുക്കുകയാണ്. എവിടെ? അമ്പലമുറ്റത്ത്. അമ്പലത്തില് ഒരു വലിയ പദ്ധതിക്ക്, ഒരു പുനരുദ്ധാരത്തിന് പൈസ നൽകുന്നത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. ഇതിങ്ങനെയൊക്കെയാണ് നമ്മുടെ മലപ്പുറം എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്. തെളിവായിട്ട് മറ്റൊരു സുഹൃത്തിന് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് മാത്രം. ടാക്സ് അടച്ചല്ലാതെ പ്രവേശിക്കാൻ പാടുണ്ടാകില്ല. വേറെ രാഷ്ട്രീയങ്ങൾ ഉണ്ടാകില്ല. തിരുനാവായിക്ക് ആദ്യം നെടിയൊരു പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുന്ന തിരുവിതാംകൂർ രാജവംശത്തിന്റെ അപ്പുറത്തേക്കുള്ള ഭാഗം തിരുനാവായിക്ക് വരുമ്പോൾ എടപ്പാളിനടുത്ത് കാലടിയിൽ ചുങ്കം എന്ന് പറയുന്നത്, അവിടെ ടാക്സ് അടക്കണം. അവിടുന്ന് പാലക്കാട് പേർച്ചന്നൂരിൽ നിന്നും അതുപോലെ തന്നെ പുന്നശ്ശേരിയിൽ നിന്നും പാലക്കാട് കൊല്ലങ്കോട് വരെയുള്ള രാജവംശത്തിന് ഇങ്ങോട്ട് ആളുകൾ വരികയാണെങ്കിൽ അവര് കാർത്തലയിൽ ചുങ്കണ്ട്, അവിടെ ടാക്സ് അടക്കണം. പിന്നെ വള്ളുവനാടി എന്ന് പറയുന്ന വളാഞ്ചേരിക്ക് അപ്പുറത്തുള്ള ഏത് പ്രദേശത്ത് വരുന്നവരും വെട്ടിച്ചിറയ ചുങ്ക അടക്കണം. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന മുഴുവൻ രാജാക്കന്മാരും അവരുടെ രാജ്യങ്ങളും കച്ചവടക്കാരും പോത്തന്നൂരിൽ ചുങ്ക അടക്കണം. അതുപോലെ തന്നെ പരപ്പനങ്ങാട് ഭാഗത്ത്, കടൽ ഭാഗത്ത് നിന്ന് വരുന്ന മുഴുവൻ ആളുകളും താനാളൂർ ചുങ്ക അടക്കണം. ഇങ്ങനെ 5 ചുങ്കങ്ങൾ അടച്ചെങ്കിൽ മാത്രമേ ഈ പ്രദേശത്തേക്ക് വരാൻ പറ്റുള്ളൂ. സുഹൃത്തുക്കളെ, ചെറുതായിട്ടും ഞെട്ടിപ്പോയോ? ഈ വർത്തമാനം പറയുന്നത് മലപ്പുറത്ത് ചങ്ങാതിയാണ്. കൃത്യമായിട്ടും ഈ പ്രദേശത്തെ കുറിച്ച്, നമ്മുടെ പ്രാദേശിക ചരിത്രത്തെക്കുറിച്ച് നല്ല വിവരമുള്ള ഒരു മനുഷ്യൻ. നമ്മുടെ മലപ്പുറത്തെ കുറിച്ചിട്ട് 5 പൈസയ്ക്ക് വിവരമില്ലാത്ത ഒരു പക്ക മുസ്ലിം കാക്കമാര് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരുള്ളത് ഇങ്ങനെ സാധാരണ പോലെ ഒരു വെള്ളമുണ്ടെടുത്തിട്ട് ഒരു സാധാരണ മനുഷ്യന്മാരൊക്കെ കൃത്യമായിട്ട് പ്രാദേശിക ചരിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കി പറയുന്നതാണ്. അല്ലാതെ ഏതെങ്കിലും തറ കണ്ടു കഴിഞ്ഞാൽ അത് പണ്ടത്തെ ശിവക്ഷേത്രമായിരുന്നു,
അല്ലെങ്കിൽ ഇതിവിടെ വേറെ ദൈവം ഉണ്ടായിരുന്നു എന്നീ പറയുന്ന ഉഡായിപ്പ് വർത്താനം പറയുന്ന ആൾക്കാരല്ല എന്നർത്ഥം. ബാക്കി കേൾക്കണേ. വാ എന്ന് പറഞ്ഞാൽ തിരു ബഹുമാനിക്കപ്പെടുന്ന നാവ തുറമുഖം. അത് ശാസ്ത്രീയമായ പേരാണ്. നൗക കപ്പൽ എന്ന് പറയും. എന്നതുപോലെ ഇവിടെ തിരുനാവായ്ക്ക് മറ്റൊരു പ്രത്യേകത, ഈ നവാമുകുന്ദ ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠ നവാമുകുന്ദൻ്റെതാണ്. അഥവാ 9 പ്രതിഷ്ഠകൾ വെച്ച ശേഷം 8 പ്രതിഷ്ഠകളും ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോയപ്പോൾ 9ാമത്തെ പ്രതിഷ്ഠ വെച്ചു. ആ പ്രതിഷ്ഠയുടെ 9 എന്നുള്ള നവം എന്നത് കൊണ്ടാണ് നവ തിരുനാവ എന്നൊക്കെയുള്ള പേര് വരാനുണ്ടായ കാരണം. എന്നാൽ ഈ പുഴ കാക്കുന്ന ദൈവം കൂടിയാണ് ഇവിടുത്തെ നവാമുകുന്ദൻ. അതിലൊരു നിങ്ങൾക്ക് ഞെട്ടൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. ഇങ്ങനെയൊക്കെ ചരിത്രം പറയുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ ഭയങ്കര ഞെട്ടലൊക്കെ ചില ആൾക്കാർക്ക് വരും. 2 ചരിത്രമാണ് പറയുന്നത്. ഒന്ന് അവിടുത്തെ ശാസ്ത്രീയമായ ചരിത്രവും പിന്നീട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആ ഒരു പേര് എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ ആ ക്ഷേത്രത്തെ കുറിച്ചിട്ട് A to Z അറിയുന്ന ആൾക്കാരാണ് ചുറ്റുമുള്ളത്. അവർക്ക് എന്താണ് ആ ക്ഷേത്രത്തിൽ ഒരു പരിപാടി നടക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവുക? ഇവർക്കൊരു പ്രശ്നമില്ലെന്നേ. പ്രശ്നമില്ലാന്ന് മാത്രമല്ല, എന്തെങ്കിലും സഹായം ഞങ്ങൾ ചെയ്യണോ എന്ന് ചോദിച്ചിട്ട് ഉമ്മാര് വരും. ഇത്തരം ആളുകൾ വരും. സൗകര്യം വേറെ എന്തെങ്കിലുമൊക്കെ ഒരുക്കാൻ വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ ആയിരിക്കും ഇവരൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കുക. വേറെയുണ്ട്. ഇവിടെ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അന്ന് 2 കർമ്മങ്ങൾ നിത്യം ചെയ്യാമെന്ന് വാക്കൊടുത്തു. ഒന്ന് താമരപ്പൂ കൊണ്ടുള്ള മാലയും മറ്റൊന്ന് പാൽപ്പായസ നിവേദ്യമാണ്. അതിൽ ഈ താമരപ്പൂവിന്റെ മാലയ്ക്ക് ഒരു പ്രത്യേകത, ഇവിടുത്തെ 95% താമര പുഷ്പങ്ങൾ ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളും അത് ചാർത്തുന്ന ഹിന്ദുക്കളുമുള്ള അത് ഒരു പ്രത്യേകത, കുറച്ച് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അത് മറ്റിടങ്ങൾ പോയി കണ്ടാൽ കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ വഴി അതായത് കുറ്റിപ്പുറത്ത് ട്രെയിന് കയറിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ തിരൂരിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഒന്ന് പുറത്തേക്ക് നോക്കിയിരിക്കണേ. അങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ 2 സൈഡിലായിട്ട് താമര കൃഷി കാണാം. ഈ താമര കൃഷി നടത്തുന്നത് 100% മുസ്ലിങ്ങളാണ്. ആ താമര കൃഷി നടത്തി ആ താമര പൊട്ടിച്ച് അത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഈ നാവമുകുന്ദ ക്ഷേത്രം അടക്കമുള്ള ഗുരുവായൂർ ക്ഷേത്രം അടക്കമുള്ള ക്ഷേത്രങ്ങളിലേക്കാണ് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ കൃഷി ചെയ്യുന്ന ആ ഒരു താമരപ്പൂവ് കൊണ്ടുപോകുന്നത്. ഒരു പ്രശ്നമില്ലേ. താമര മുസ്ലിങ്ങൾ വളർത്തുന്നു, അവർക്കൊരു പ്രശ്നമില്ല. അത് പൊട്ടിച്ചിട്ട് ഹിന്ദുക്കൾക്ക് കൊടുക്കുന്നു, അവരത് കൊണ്ടുപോയി പൂജിക്കുന്നു. ഇതിലെവിടെയാണ് പ്രശ്നം? ഇതിലാരാണ് പ്രശ്നം കാണുന്നത്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂർ ഗുരുവായൂർ അമ്പലത്തില് തുലാഭാരത്ത് വന്നപ്പോൾ തിരുനാവായ താമരപ്പൂക്കളാണ് കൊണ്ടിട്ട് വെയിറ്റ് പാകാക്കിയത്. തിരുനാവായെന്നാണ് കൊണ്ടുപോയിട്ടാണ് തിലാഭാരം തൂക്കിയത്. ഓഹോ, അങ്ങനത്തെ ഒരു കഥ ഉണ്ടാകുന്നുള്ളേ നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. കൊള്ളാം. ഈ പ്രദേശത്ത് ഒരു പ്രത്യേകത, ഇവിടുത്തെ മണ്ണിന് മുഴുവൻ ഒരു ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമുണ്ട്. ഇവിടുത്തെ കഴിഞ്ഞ ദിവസം ഉത്സവമായിരുന്നു, കഴിഞ്ഞ വിഷുവിന്റെ 14 ദിവസം. ഈ 14 ദിവസം ഇവിടെ ഒരു നേരെങ്കിലും മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കാൻ നേരം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഒരു പ്രത്യേക ദിവസം 8-ാം തീയതി 8-ാം വിളക്കുന്ന ദിവസം സമൂഹ സത്യ എല്ലാവർക്കും എല്ലാവർക്കും ഞാനടക്കം 4-5 ദിവസം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇത് കാരണം ഇവിടെ നമ്മളത് നോക്കിയിട്ടല്ല. ഇവിടെ പിന്നെ ആര് വന്നു കഴിഞ്ഞാലും പുറത്തുനിന്ന് അതിഥി വന്നു കഴിഞ്ഞാൽ ഇവിടെ ജാതിയോ പേരോ മതമൊന്നും ചോദിക്കാതെ തന്നെ ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, താമസ സൗകര്യം എല്ലാം ചെയ്യാറുണ്ട്. അടിപൊളി അടിപൊളി. എങ്ങനെയുണ്ട്? ഒരു ക്ഷേത്രത്തിൽ 10-14 ദിവസത്തെ ഒരു ആഘോഷം നടക്കുന്നു. ആ ആഘോഷം നടക്കുന്ന എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു മുസ്ലിമെങ്കിലും ആ അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാകുന്നില്ല. അത് നിർബന്ധമാണോ? അല്ലെങ്കിൽ ഇത് നിർബന്ധം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ആ വാക്ക് ശരിയല്ല. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒന്നാണ്. അതാണ് ഏറ്റവും നല്ല വാക്ക്. വളരെ അതിസാധാരണമായിട്ട് വളരെയധികം സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണത് മുസ്ലിങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ആ ഒരു ക്ഷേത്രം എന്നുള്ളതാണ്. ഇനി വേറൊരാള് പറയുന്നത് കേൾക്കണേ. അതെ, ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിരുന്നത്. എന്തൊക്കെ അവാർഡുകളാണ്? അവാർഡ് വെച്ചാൽ ആദ്യമായിട്ട് കിട്ടിയത് ഇപ്പം മുഖം നോക്കാണ്ട് പറയാം, ഈ എക്കോന്റെ ആദ്യത്തെ ഒരു പുരസ്കാരം. ഇവരാണ് ഉമ്മറാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വരണം എന്ന് പറഞ്ഞ് എന്റെ കൂട്ടി കൊണ്ടുപോയത്. ഓ തീർച്ചയായിട്ടും
അതിപ്പോ കഴിഞ്ഞു 20 വയസ്സ് ഇപ്പോഴും അത് എന്റെ കയ്യിലുണ്ട്. ഇന്നിപ്പോ സത്യത്തിൽ പറഞ്ഞാല് ആ ഷെൽഫ് സ്ഥലമില്ലേ. അപ്പൊ അത് പ്രത്യേകം എന്താ വെച്ചാൽ അമ്പലത്തിരിക്കുന്ന ഒരു കലാകാരനെ പൊതു സമൂഹത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അവിടെ ജാതിയോ മതമൊന്നും ബാധകമായില്ല. എങ്ങനെയുണ്ട് ഈ പറയുന്ന ഉമ്മറാണെന്ന് ആ ഒരു നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ആ ഒരു മനുഷ്യന് ആദ്യത്തെ ഒരു അവാർഡ് നൽകുന്നത് ഇദ്ദേഹത്തിന്റെ കൈകൊണ്ട് നൽകുന്നതാ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇപ്പൊ അവിടെ അവാർഡ് വയ്ക്കാൻ സ്ഥലമില്ല, അത്രയ്ക്കധികം ഇദ്ദേഹത്തെ ആളുകളൊക്കെ കാണുന്നു, അറിയുന്നു, ബഹുമാനിക്കുന്നു, അയാൾക്ക് സമ്മാനങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ എന്റെ പാറ്റും അപ്പൊ ഞങ്ങൾ സംസാരിച്ചിരുന്നത് വേറെ മാഷിട്ടും അതൊക്കെ ഇവര് മൂപ്പള കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കപ്പെടും. അവിടെ ജാതിയോ മതമൊന്നും ആ ശ്രദ്ധിക്കാറില്ല, മൂപ്പള തിരിച്ചു സംസാരിക്കാറില്ല അത്തരം കാര്യങ്ങളൊന്നും. അതാണ് ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു പ്രത്യേകത. ഇവിടെ അമ്പലത്തിൽ ഓരോ ജീവനക്കാരും ഓരോ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളും ഒരു പ്രത്യേകിച്ച് ഒരു കാഴ്ചപ്പാടുകളും ഇടപെട്ട് സംസാരിക്കാനില്ല എന്നുള്ള. വാവിന് മിനിമം 50,000-ലധികം ആൾക്കാരുണ്ടാവും. അങ്ങനെ 4 വാവുണ്ടാവും. ഈ 4 വാവിന്റെ ദിവസം ഈ കർക്കിടകമ്പോളുടെ വാവിന് അത് നിറഞ്ഞു ഒഴുകണം വെള്ളം. ഈ സമയത്തും അല്ലാത്ത സമയത്ത് അമ്പലത്തിൽ ആളുടെ സമയത്തും ഓവറാവുന്ന സമയത്തും ഇപ്പൊ തഞ്ഞി സമയത്തുണ്ടായിരുന്നു, ആറാട്ടുണ്ടായിരുന്നു, ദേവന്റെ ആറാട്ട്. ഈ സമയത്തൊക്കെ ഔട്ടി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാരുടെ സാന്നിധ്യം അമ്പലത്തിനടുത്തുണ്ടാവും. അവർക്ക് നിശ്ചയ ഗിഫ്റ്റും അമ്പലം കൊടുക്കും. ഇപ്പൊ ഈ ഔട്ടിന് അമ്പലം ആദരിച്ചു ദിവസം. എന്തിനാണോ ഈ ഔട്ടി മുസ്ലിംസാണ്. അവന്റെ പ്രത്യേകത എന്താണ്? അമ്പലത്തിൽ വരുന്ന ആളുകൾ മരണപ്പെടാതിരിക്കാൻ വേണ്ടി അവരെ സുരക്ഷ ഏറ്റെടുത്തില്ല. അതായത് നേരത്തെ പറഞ്ഞ തിരുനാവായയുടെ ഒരു മറ്റൊരു മുഖം. ഇനിയിപ്പോ ഇതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. ഉമ്മർ എന്ന് പറയുന്ന മനുഷ്യനും വേണമെങ്കിൽ പറയാം 2 പക്ക ഹിന്ദുക്കളും തൊട്ടപ്പുറത്തിപ്പുറത്ത് നിന്നിട്ട് ഉമ്മർ പറയുന്ന വാക്കുകളെ ശരിയാണ് ശരിയാണ് ശരിയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ ഉമ്മർ പറഞ്ഞേ? അവിടെ എന്ത് പരിപാടി നടക്കുമ്പോഴും അവിടെ മുസ്ലിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അവരെ ഒഴിവാക്കിക്കൊണ്ടൊരു പ്രോഗ്രാം പോലും അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അവരവിടെ ഉണ്ടായിരിക്കും. കാരണം 19,000 ആളുകളൊക്കെ അവിടെ എന്താ പറയുക ഒരു ഇത് കഴിക്കാൻ വേണ്ടി വരുമ്പോഴും മരിച്ചുപോയവർക്കുള്ള ബലി കഴിപ്പിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അവരാരും ആ ഒരു പുഴയിലും മറ്റും ഒഴുകി പോകാതിരിക്കാൻ, മുങ്ങിപ്പോകാതിരിക്കാൻ ഇവര് ആ ഒരു പുഴയിൽ എപ്പോഴും ഉണ്ടായിരിക്കും. വഞ്ചിയുമായിട്ട് ബോട്ടുമായിട്ട് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രോത്സാഹന സമ്മാനം, ഒരു സ്നേഹ സമ്മാനം നൽകുന്നത് ഈ അമ്പലമാണ്. സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നത് മുസ്ലിങ്ങളാണ്. ആരെ സംരക്ഷിക്കുന്നത്? വേണമെങ്കിൽ പറഞ്ഞോളി, ഹിന്ദുക്കളെയാണ്. ഹിന്ദുക്കൾ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന മുസ്ലിങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ളൊരു മലപ്പുറത്തെ എൻ്റെ പൊന്നു ശശികല ടീച്ചർമാരെ നിങ്ങളിങ്ങനെ ആക്ഷേപിച്ച് വഷളാക്കാൻ ശ്രമിക്കരുത്. നടക്കൂല. ഏതൊരു സന്യാസി ഒരു ബാപ്പാന്റെ സ്വത്തല്ല മലപ്പുറം എന്നൊക്കെ അസഭ്യ വർത്താനൊക്കെ പറഞ്ഞായിരുന്നു. നിങ്ങൾക്കൊന്നും കൂട്ടിയ കൂടൂല. ഈ മലപ്പുറത്തിൻ്റെ ഈ ഒരു സ്നേഹം ഉണ്ടല്ലോ, ഈ ഒരു കരുണ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനുള്ള ഒരു മനസ്സ്, അതും തകർക്കാൻ നിങ്ങളെപ്പോലുള്ള വിഷചിന്തകൾക്കൊന്നും നടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ബൈ.